നമ്മളുള്ളത് കുട്ടിയുടെ വീട്ടിലാണ്. ഇവിടെ അല്പ നിമിഷങ്ങൾക്കകം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രക്ഷകർത്താക്കളെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരും. ഈ പ്രദേശത്തൊക്കെയുള്ള നാട്ടുകാരും പൊതുപ്രവർത്തകരൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ ഉച്ചയ്ക്ക് തിരച്ചിൽ മുതൽ ഇവിടെ സജീവമായി ഉള്ളവരാണ്. അവർ ഒക്കെ ഇവിടെ തിരച്ചിലിന് നേരത്തെ തന്നെ നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ അവർ കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അവിടെ നിന്ന് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നാട്ടുകാരും അവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ കാത്തു നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്താണ് ഈ കുട്ടികൾ കുടുംബമായി ഇവിടെ എത്തിച്ചേർന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശികമായിട്ടുള്ള ആസാമീസ് ഭാഷയല്ലാതെ ഈ സ്ഥലത്തുമായി വലിയ ബന്ധമുള്ളവരല്ല. ഈ പ്രദേശവാസികളുമായി നല്ല അടുപ്പം ഉണ്ടായിട്ടില്ല. കാരണം ഈ സ്കൂളിൽ രണ്ടാമത് കുട്ടി പഠിക്കുന്ന ആ സ്കൂളിലെ എച്ച്.എം. മനോജ് തന്നെ പറഞ്ഞത് കുട്ടികൾ മറ്റ് വിദ്യാർത്ഥികളുമായി മിങ്കിൾ ചെയ്യുന്ന തരത്തിലുള്ള ഭാഷാ വിവരങ്ങൾ ഇല്ലാതിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്ത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന വഹാബ് തന്നെ നേരത്തെ പറഞ്ഞത് നിരന്തരം കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതും വലിയ തരത്തിലുള്ള ഒച്ചയും ബഹളവും കേൾക്കുന്നത് സ്ഥിരമായി ഉള്ള സംഭവമാണ്. അതുകൊണ്ട് അസ്വാഭാവികമായി അവരൊന്നും കരുതിയിരുന്നില്ല. പക്ഷേ ഉച്ചയോടുകൂടി പോലീസൊക്കെ എത്തുമ്പോഴാണ് നാട്ടുകാർ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിയെ കാണുവാനില്ല, 13 വയസ്സുള്ള കുട്ടിയാണ്, വലിയ തരത്തിൽ പ്രത്യേകിച്ച് ആസാമീസ് ഭാഷയല്ലാതെ ഹിന്ദി പോലും കുട്ടിക്ക് വഴങ്ങുന്നതല്ല. അതുകൊണ്ട് 50 രൂപയും കൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വേറെ ആരുടെയെങ്കിലും കൈകളിലേക്ക് കുട്ടി എത്തുകയോ ഒരു രാത്രി കഴിഞ്ഞു, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷയുള്ളത് സിജു ഇന്ന് രാവിലെ കുട്ടിയെ പുലർച്ചെ കണ്ടു എന്ന ഓട്ടോ ഡ്രൈവറുടെ ഒരു മൊഴി മാത്രമാണ്. ആ മൊഴി വിശ്വസിക്കാൻ പോലീസ് ഇതുവരെ പൂർണ്ണമായി തയ്യാറാവാത്തതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആ മൊഴി സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മറ്റ് വിശദാംശങ്ങളോ രേഖകളോ ഒന്നും CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊരു കാര്യം, കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരൻ ചെന്നൈയിലാണ് ഉള്ളത്. അയാൾ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു മാസമേ ആയിട്ടുള്ളൂ. ചില അവ്യക്തതകളുണ്ട്. കാരണം നേരത്തെ വന്ന വാർത്തകൾ ആദ്യം വന്നത് കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലാണ്, പിന്നീട് ബംഗളൂരുവിലാണ് എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അക്കാര്യത്തിൽ വീട്ടുകാർ, ഈ തസ്മിതിൻ്റെ മാതാപിതാക്കൾ എന്താണ് പറയുന്നത്? ഈ സഹോദരൻ, തസ്മിത് കൂടാതെ സഹോദരൻ, പിന്നെ എത്ര കുട്ടികളാണ് ഉള്ളത്? ഈ തസ്മിതിൻ്റെ ഈ സഹോദരനെ കൂടാതെ മറ്റ് കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഈ സഹോദരൻ ചെന്നൈയിലാണോ ബംഗളൂരാണോ നിലവിൽ ജോലി ചെയ്യുന്നത്? അതിൽ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ രക്ഷകർത്താക്കൾ പറയുന്നതാണ് സ്വാഭാവികമായി നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം രാവിലെ മുതൽ രക്ഷകർത്താവിൻ്റെ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ കൈരളി ന്യൂസ് തന്നെ പലവട്ടം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചതാണ്. അതിൽ തന്നെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, കുട്ടിക്ക് 18 വയസ്സായി, കഴിഞ്ഞ ഒരു മാസമായി ചെന്നൈയിലൊരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. നാട്ടിൽ ഇവിടെ ആദ്യം വന്നിരുന്നു, അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു. അവിടെ നിന്നാണ് ചെന്നൈയിൽ ഹോട്ടലിലെ പണിക്കേക്ക് പോയത്. നമ്മൾ കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും പലവട്ടം ചോദിച്ചിരുന്നു, ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടി ഈ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അമ്മയും അച്ഛനും മാതാപിതാക്കൾ ഒരുമിച്ച് ഉറപ്പിച്ച് തന്നെ പറയുന്നു. അത് വലിയ തരത്തിൽ ഇവർ തമ്മിൽ വലിയ തരത്തിലെ സംഘർഷമുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ നാട് വിട്ട് കുട്ടി ചെന്നൈയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മളെക്കാൾ വലിയ തരത്തിലുള്ള പ്രതികരണം കുട്ടിയുടെ സഹോദരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് കുട്ടിക്ക് പേടിയാണ് സഹോദരൻ. അങ്ങനെ അഭയം തേടി സഹോദരൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല.